സ്വിമ്മിംഗ് പൂൾ വാട്ടർപ്രൂഫ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? കെസഡിലെ ടൗൺ സ്യൂട്ട്സ് എന്ന് പറഞ്ഞ പ്രൊജക്ട് റൂഫ് ടോപ്പിലൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. നമുക്ക് അതിന്റെ വാട്ടർ പ്രൂഫിംഗ് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ ടൗൺ സ്യൂട്ട്. ഇതിന്റെ മുകളിലാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ. നമുക്ക് അവിടെ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മൾ സർഫസ് പ്രിപ്പയർ ചെയ്യണം. സർഫസ് പ്രിപ്പയർ ചെയ്യാൻ സാധാരണ നമ്മൾ ഈ ഹണി കോമ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് ക്രാക്കൊക്കെ ഫില്ല് ചെയ്ത് റെഡിയാക്കി എടുക്കും. അതിനുശേഷം ഒരു ടേപ്പ് ലൈക്ക് ക്ലോത്ത് മെറ്റീരിയൽ ഉണ്ട്. ഇത് നമ്മുടെ കോർണേഴ്സിലൊക്കെ ഫിക്സ് ചെയ്ത് നമ്മൾ പേസ്റ്റ് ചെയ്ത് അവിടെയൊക്കെ പാക്ക് ചെയ്ത് എടുക്കും. അപ്പോൾ നമ്മൾ സർഫസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് ഇനി ചെയ്യുന്നത് ഈ ടേപ്പ് ലൈക്ക് മെറ്റീരിയലൊക്കെ ഒട്ടിച്ചതിന് ശേഷം നമ്മളൊരു ഫസ്റ്റ് കോട്ട് ഇതിൻ്റെ മുകളിൽ ഒരു മെഷ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യും. അതായത് ഇത് നമ്മുടെ വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയൽ വെച്ചിട്ട് ഫസ്റ്റ് കോട്ട് ചെയ്യും. അതിനുശേഷം അതൊരു 7 to 8 hours ഡ്രൈ ആക്കാം. അതിനുശേഷമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, സെക്കൻഡ് കോട്ട് എടുക്കുള്ളൂ. നല്ലതുപോലെ ഡ്രൈ ആയതിനു ശേഷം സെക്കൻഡ് കോട്ട് എടുക്കും. സെക്കൻഡ് കോട്ട് എടുത്തിട്ട് യൂഷ്വലി നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് പ്രകാരം 7 to 8 days നമ്മൾ ആസ് സച്ച് അങ്ങനെ ഇട്ടേക്കും. ഉണങ്ങി വന്നതിന് ശേഷം നമ്മുടെ പോണ്ടിങ് ടെസ്റ്റ് നടക്കും. അതായത് വെള്ളം നിറച്ച് ഒരു തുള്ളി പോലും നീക്കില്ല നമ്മൾ ഉറപ്പ് വെക്കും. അപ്പോൾ എന്തായി, നമ്മുടെ വാട്ടർ പ്രൂഫിംഗ് സെറ്റ്. കസാഡിൽ ടൗൺ സ്യൂട്ട്സിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് റൂഫ് ടോപ്പിലുള്ള ഒരു പൂൾ ആയതുകൊണ്ട് ഇറ്റ് സീംസ് ലൈക്ക് ആൻ ഇൻഫിനിറ്റി പൂൾ. ഒരു ഗ്ലാസ് വെച്ച് കവർ ചെയ്തെടുക്കും. അതിൽ ഡിഫറൻറ്റ് ആഫ്റ്റർ വീഡിയോയിൽ നമുക്ക് കാണാം. പക്ഷെ എന്നാലും കറക്റ്റ് റൂഫ് ടോപ്പിലുള്ള പൂൾ ആയതുകൊണ്ട് ഇവിടുത്തെ വാട്ടർ പ്രൂഫിംഗ് ഞങ്ങൾക്ക് ഭയങ്കര ക്രൂഷ്യൽ. വേറെ കാര്യം, കസാഡിൽ ടൗൺ സ്യൂട്ട്സ് ചെയ്ത സമയത്ത് സ്വിമ്മിംഗ് പൂള് മദർ സ്ലാബിനേക്കാളും കുറച്ച് ഫീറ്റ് പൊക്കി വെച്ചിരിക്കും. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു സെപ്പറേഷൻ കിട്ടാൻ വേണ്ടി. അപ്പോൾ ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും സേഫ്റ്റി ഇഷ്യൂസ് അവോയ്ഡ് ചെയ്യാൻ ചെയ്യാം, മെയിൻ്റനൻസ് ഇഷ്യൂസ് കുറയ്ക്കുകയും ചെയ്യാം.